യാത്രകൾ എപ്പോഴും ഇങ്ങനെയാണ്. ജീവിതം പോലെ നമ്മളെ സ്നേഹിക്കുന്നവർ ഒപ്പമുള്ളപ്പോഴേ അതിനൊരു പൂർണ്ണത ഉണ്ടാവും. യാത്രകൾ തുടരുകയാണ്. എത്രമേൽ സരസമായ ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമീ മാർഗങ്ങൾ. മണ്ണിലാണ് സ്വർഗം, ഈ നിമിഷമാണ് നിൻ പറുദീസ. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ടു ഒരു പുതിയ വ്ളോഗ്. ഇന്നൊരു ട്രിപ്പ് പോവാണ്. +2 ഒരുമിച്ച് പഠിച്ച് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഒരു ഗെറ്റ് ടുഗദർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പോകുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ കട്ടപ്പനയ്ക്ക് അടുത്തുള്ള ചെകുത്താമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ മെമ്മറീസ് ഇൻ എന്ന് പറഞ്ഞൊരു ഫാം സ്റ്റൈലാണ് സ്റ്റേ എടുത്തേക്കുന്നത്. ആൻഡ് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെല്ലാം കൂടെ ചേർന്ന് ട്രിപ്പ് പോകുന്നത്. നമ്മളെ കുറച്ച് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്തിട്ട് ഒരു വ്ളോഗ് വീഡിയോ ആയിട്ട് എടുക്കണം എന്നൊരു തോട്ടിലാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. സോ എവരിവൺ വൺസ് അഗൈൻ വെൽക്കം ടു ദ വ്ളോഗ്. സോ ഗൈസ്, ഇപ്പോൾ 4:30 എന്നെ ഒരു ഫ്രണ്ട് ഇപ്പോൾ വിളിക്കാൻ വരും. നമ്മളൊരു 2-3 പേര് NH നിൽക്കും, ബാക്കിയുള്ളവർ വന്നിട്ട് ഒരുമിച്ച് കാറിൽ പോകുന്നതാണ് പ്ലാൻ. സോ ഗൈസ്, സമയത്രായി 4:45. നല്ല മഴ, അങ്ങോട്ടും എന്താന്ന് പറഞ്ഞൂടാ. അവർ ട്രിപ്പ് ഈ സ്റ്റാർട്ടിങ് പുറത്തിറക്കാൻ പറ. അങ്ങനെ നമ്മള് 5:45 ആറ്റിങ്ങലെത്തി. മോങ്ങാണ്ടിര് ദിസ് ഈസ് അഖിൽ ബോസ്, ജിതേഷ്, പക്കി, മനീഷ്. ഇതെന്റെ അളിയന്റെ കട, അനുജിന്റെ കട. അളിയ പെട്ടെന്ന് ഓംലേറ്റ് ആണോ? നമ്മളിപ്പം മൊത്തം 6 പേരാണ് വണ്ടിയിലുള്ള. ഇനിയിപ്പം ഒരാളെ കൂടെ എടുക്കാനുണ്ട്. അവൻ ചെന്നൈന്ന് വരുന്നതാണ്. ചെന്നൈന്ന് ട്രെയിൻ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ കോട്ടയത്ത് ഇറങ്ങിയിട്ട് അവിടെ എരുമേലി വരും. നമ്മൾ ആക്ച്വലി 8 പേരായിട്ടാണ് വരാൻ വേണ്ടിയിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി രാഹുലിന് ലാസ്റ്റ് ടൈം പനി വന്നു. ഡ്രൈവർ ഫോർച്യൂണർ വണ്ടി ഓടിച്ചു. പക്ഷെ അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാണിക്കുന്നില്ല. വിശ്വാസമില്ലേ? താല്പര്യമില്ല. എനിക്ക് അങ്ങനെ എന്റെ ഫേസ് കുഴപ്പമില്ലല്ലേ? അല്ലെ ഈ ഒരു 2-3 കട്ട്സ് കാണിച്ച പ്രശ്നം. നീ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നീ വൈറലാ, അതെനിക്ക് ഉറപ്പാണ്. അനീഷ് കോട്ടയെത്തി ഗായ്സ്. കോട്ടയം ഇറങ്ങി. നമ്മൾ 5 മിനിറ്റ് നീ റെഡിയായിട്ട് ഇറങ്ങി നിന്ന് നമ്മളിപ്പോ എത്തും. ചുമ്മാ എരുമേലി ഇറങ്ങണം. അളിയാ നീ കോട്ടയത്ത് നിന്ന് എരുമേലി വാ, അപ്പോഴത്തേക്ക് നമ്മളവിടെ എത്തും. നമുക്ക് ഇനി ഇവിടെ ഒരു 35 കിലോമീറ്റർ കൂടെ ഉള്ളൂ എരുമേലി വരെ. അങ്ങനെ ഏകദേശം 9 മണിയായപ്പം നമ്മൾ എരുമേലി എത്തി. ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. വിശേഷം പറയാ, നമ്മള് രാവിലെ 5 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ അനീഷ് ചെന്നൈ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ട്രെയിൻ ഡിലേ ആയി. അവൻ കോട്ടയത്ത് ഇറങ്ങി. കോട്ടയത്ത് നിന്ന് എരുമേലിയിലോട്ടൊരു 47 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്താണ് വരുന്നത്. അപ്പോൾ അവന് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇനി പോസ്റ്റ് ആയിരിക്കും. നമ്മൾ ഒരു ട്രിപ്പ് പോയിട്ട് എത്ര വർഷമാക്കണം? നമ്മൾ മാത്രമായിട്ട് നമ്മൾ ട്രിപ്പേ പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 7 വർഷം. സ്കൂള് +2 കഴിഞ്ഞ സമയം തൊട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. ഇതുവരെ നടന്നിട്ടില്ല. അവസാനം ഞാൻ വേണ്ടി വന്നു. ഞാനാണ് ട്രിപ്പ് പ്ലാൻ സ്ഥലത്ത് കാണൂല. ഇവ എപ്പോഴും ട്രിപ്പ് ആണ്. ഒരു പരിപാടിക്കും വിളിച്ചാലും വരില്ല. ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്കും വരണത്. എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്ത് സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ. വ്ളോഗിങ് തുടങ്ങിയതുകൊണ്ടാണോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഒന്നല്ല, മെമ്മറീസിന് വേണ്ടിയാണ് ഈ വ്ളോഗ്. മനസ്സിലായ? ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ അടുത്ത ദിവസമായി ഞാൻ പറയുന്ന വോയിസ് കറക്റ്റായിട്ട് കിട്ടണമെന്ന് പറഞ്ഞുകൂടാ. കാരണം എൻ്റെ മൈക്ക് ഒടിഞ്ഞു പോയി. ഇപ്പോൾ ഫോണിൻ്റെ മൈക്കിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണം. അതേപോലെ ഇന്നലെ എരുമേലി കഴിഞ്ഞ് നല്ല മഴയായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുത്തിട്ട് ഫോണിൽ വെള്ളം കയറി. ഇപ്പോഴാണൊന്ന് രാവിലെയാണൊന്ന് ഫോണ് ചാർജായി ഒന്ന് റെഡിയായി വന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് പൂളിലിറങ്ങി. മെമ്മറീസ് എന്ന് പറഞ്ഞ സ്റ്റേ ആണ് ചെകുത്താമല. ഏകദേശം കട്ടപ്പന റൂട്ടാണെന്നോ? അല്ലേ, കട്ടപ്പന റൂട്ട്. പറ്റുന്നവരൊക്കെ വന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നിങ്ങൾ രാവിലെ 5 മണിക്ക് രാവിലെ 7 മണിക്ക് തന്നെ പൂളിൽ ഇറങ്ങണം. രക്ഷയില്ലാത്ത വൈബാണ്. ഇവിടെ നല്ല മഞ്ഞിപ്പോൾ ഏകദേശം രാവിലെ 9:30. എന്നിട്ടും കോടയ്ക്ക് ഒരു കുറവുമില്ല. നല്ലൊരു സ്പോട്ട്. ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ഓഫ് റോഡിങ് ചെയ്തിട്ടാണ് ഈ സ്പോട്ടിലേക്ക് എത്തേണ്ടത്. ഒരാളെ കാണിച്ചു തരാം. ദിസ് ഈസ് അനീഷ്. ഇവനാണ് നേരത്തെ വ്ളോഗും തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നത് കോട്ടയത്ത് നിന്ന് എരുമേലി ബസ് കയറി ഒരാൾ വരും എന്ന് പറഞ്ഞ് നമ്മൾ 1.5 മണിക്കൂർ പോസ്റ്റ് ആക്കി. ഇവൻ വന്ന് കയറി ഫോണ് പോയി, വെള്ളം കയറിയിട്ട്. ഇപ്പൊ ഇവിടെ രാവിലെ എണീറ്റ് ഇവിടെ ചെറിയ ആക്ടിവിറ്റീസ് ആയിട്ട് എല്ലാവരും നിൽക്കുകയാണ്. മാവോട്ടണ നീ. ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റേയുടെ എൻട്രി വരുന്നത്.
ഏകദേശം 4 കിലോമീറ്റർ ഓഫ് റോഡ് ജീപ്പ് റൈഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയത്. നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഓസ്ട്രിച്ച് ഫീഡിങ്ങും അതേപോലെ ഫിഷ് ഫീഡിങ് അങ്ങനെ കുറച്ച് പരിപാടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നോക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി. നിങ്ങൾ ആരെ നോക്കി നിൽക്കണ? കിളികൾ മൊത്തം അവിടെ അവരെ കയ്യില്. എന്താണ് എങ്ങനെയുണ്ട്? നീ ഫിഷിന് ഫീഡ് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ഫുഡ്? ഇത് കൊള്ളാം. ഇവിടുത്തെ ആക്ടിവിറ്റി ഏവിയേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് നല്ല രസമുണ്ട്. കുറേ കിളികളും അതിനകത്ത് നമുക്ക് കയറി ലൈവായിട്ട് ഫുഡ് കൊടുക്കും. അതൊക്കെ നമ്മളെ പുറത്തു നിൽക്കും. അതൊക്കെ രസമാണ്. ഇവിടെ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഫിഷ് ഫീഡിങ് അതേപോലെ ഏവിയറി ഫീഡിങ് അങ്ങനെ ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട് ഗൈസ്. ഇതാണ് ഏരിയ. എസ് അനീഷ് കയ്യിലൊക്കെ വെച്ച് കടിച്ചു. ഏവിയറി ഫീഡിങ്ങും അതേപോലെ ഫിഷ് ഫീഡിങ്ങും കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഓസ്ട്രിച്ച് ഫീഡിങ്ങിന് പോവാണ്. അയ്യോ, അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. നമ്മൾ സ്റ്റേ ചെയ്ത റൂം ഇതാണ്. ഏകദേശം ഇവിടെ ഒരു 8 പേർക്ക് വരെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്നത് 15,000 രൂപയാണ് പാക്കേജ് പ്രൈസ് വരുന്നത്. ഇതാണ് 15,000 ബിൽഡിങ്ങിൽ സ്റ്റേ വരുന്നതിൻ്റെ പൂള്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അൽഫാമൊക്കെ ഗ്രിൽ ചെയ്യാനുള്ളൊരു ഏരിയ കൂടെ ഉണ്ട്. ഇത് നമ്മൾ സ്റ്റേ ചെയ്തതിന് അതേ പ്രോപ്പർട്ടി തന്നെ കുറച്ച് മേളിലോട്ടുള്ള ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിൽ ഏകദേശം 15 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 30,000 റുപ്പീസാണ്. ഈ ബിൽഡിങ്ങിൻ്റെ അടുത്തൊരു വാച്ച് ടവർ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കയറി നോക്കാം. നീ ഇറങ്ങിക്കോ. അയ്യോ അയ്യോ, അല്ലെ ചറക്കണുണ്ടേ. അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് പറയാൻ ഇവിടെ ഇപ്പോൾ എന്താണ് ചെറിയ റൈഡിൻ്റെ പേരെന്തോ നീ പോയ ATV റൈഡ് ഉണ്ട്. അത് ഞാൻ കയറിയില്ല. ലൈക്ക് കുറച്ച് മഡ് റോഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഏവിയറി പോയി ബേർഡ്സിന് ഫീഡ് ചെയ്തു. അവിടെ കുറച്ച് അതായത് ഷുഗർ ഗ്ലൈഡർ, പിന്നെ ഇഗ്വാന, അങ്ങനെ കുറച്ച് പെറ്റ്സ് ഉണ്ട്. പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്, പിന്നെ ഹാംസ്റ്റർ, അങ്ങനത്തെ കുറച്ച് പെറ്റ്സ് ഉണ്ട്. അതിന് ഫീഡ് ചെയ്യാൻ പറ്റില്ല ഒന്നല്ലേ, ബേർഡ് ഫീഡിങ് മാത്രമേ ഉള്ളൂ. പിന്നെ താഴെ ഒരു ചെറിയ പോണ്ട് ഉണ്ട്, അത് കോഴിക്കാർപ്പൊക്കെ ഉള്ള ഫിഷ് പോണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ഫിഷിന് ഫീഡ് ചെയ്ത് അതിന് ഓസ്ട്രിച്ചിന് ഫീഡ് ചെയ്ത് തിരിച്ചു വന്ന് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാൽ ആടുന്നു. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് മണി ഇപ്പോൾ 10:45 ഇതുവരെ സൂര്യൻ വന്നിട്ടില്ല. അത്രയ്ക്ക് നല്ല ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ വന്നോട്ട് ഇതുവരെ ഒരു ചെറിയ ചാറ്റൽ മഴയും അത്ര വലിയ മഴയില്ല, ബട്ട് ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളായിട്ട് അത്യാവശ്യം നല്ല വൈബ് ക്ലൈമറ്റ് ആണ്. നല്ല രസമുണ്ട്. പറഞ്ഞോട്ടല്ലേ വാളിയാ, നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച് വൈകിട്ട് മഴ സമയത്ത് മാത്രമേ മഞ്ഞും കാര്യങ്ങളൊക്കെ വരുള്ളൂ. പക്ഷേ ഇത് ഇവിടെ വന്നതിന് ശേഷം ഇതൊരിക്കും കോട മാത്രമേ ഉള്ളൂ. അനീഷേ, എങ്ങനെയുണ്ടല്ലേ സ്ഥലം? നല്ല ക്ലൈമറ്റും കിട്ടിയല്ലേ നമുക്ക്, അടിപൊളി. രാവിലെ നമ്മൾ പൂളിലിറങ്ങി, നല്ല തണുപ്പ് പൂളും എല്ലാം രക്ഷയില്ലായിരുന്നു. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ആ പൈസക്ക് അതായത് മെയിൻ റോഡ് ഞാൻ പറഞ്ഞില്ലേ, ഒരു 4 കിലോമീറ്ററോളം ഓഫ് റോഡ് ജീപ്പിലാണ് വരുന്നത്. സോ വേറെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പുറത്ത് പോകണമെങ്കിൽ ഇവർ തന്നെ വിചാരിക്കണം. ജീപ്പ് ഇവർ അറേഞ്ച് ചെയ്താൽ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. അതാണ് വേറൊരു കാര്യം. സ്റ്റേ എന്ന് പറയുമ്പോൾ മസ്റ്റ് ഒരു പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അവര് നമ്മളൊരു ഡിസ്റ്റർബ്, നമ്മളിവിടെ കിടന്ന് നല്ലവണ്ണം പാട്ടൊക്കെ ഇട്ട് നല്ലവണ്ണം വൈബ് ചെയ്തു. ആ ഒരു ഡിസ്റ്റർബൻസ് ഒന്നിനും വന്നില്ല. ഇവിടെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു. അവര് നല്ല നമുക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് എത്തിച്ച് കറക്റ്റ് സമയത്ത് എന്ത് അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നെങ്കിലും അവർ കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാം സർവീസൊക്കെ നൈസാണ്, എല്ലാം കുഴപ്പമില്ല.
ഫുഡ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. സ്റ്റിൽ ഈസ് എ വെർത്ത് ട്രിപ്പ്. നമ്മുടെ ഒരു റീയൂണിയൻ. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇവ പറഞ്ഞ പോലെ ഏകദേശം നമ്മൾ ട്രിപ്പ് ഒന്നും അങ്ങനെ പോയിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്ത് അതൊരു ആയിട്ട് വരാൻ കുറച്ച് സമയം എടുത്ത് കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരെങ്കിലൊക്കെ അസൗകര്യം കാരണം വരാനും പറ്റിയിട്ടില്ല. കറന്റ് എല്ലാവരും അവൈലബിൾ ആയിരുന്നു. പലരും പല സ്ഥലത്തും. ചെന്നൈന്ന് ഒരു അനീഷ് ചെന്നൈന്നാണ് വന്നത്. ഇപ്പോഴല്ലേ പിന്നെ ഒരു നമ്മളെ ചെറുക്കൻ രാഹുൽ ഇല്ലാതായി പോയി. നമ്മൾ ശരിക്കും 8 പേരാണ് പ്ലാൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 12 കാലമായി. 12 കാലമായിട്ടും കോടയ്ക്ക് ഒരു കുറവുമില്ല. 12:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങും തിരിച്ച്. നമ്മളെ ചെക്കൗട്ട് ടൈം വരുന്നത് 12 മണിയാണ്. 11:45. ഇപ്പൊ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പൊ അവരെ കൊണ്ടാക്കിയിട്ട് ആ വണ്ടി തിരിച്ചതിന് ശേഷം നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മളെന്തായാലും ഇപ്പൊ തിരിച്ചിറങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഓഫ് റോഡ് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. സോ തിരിച്ചു പോകുമ്പോൾ ആ ഒരു ക്ലിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പം ഏകദേശം 12:50 നമ്മൾ സ്റ്റേയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. സോ നമ്മൾ ജീപ്പ് റൈഡൊക്കെ കഴിഞ്ഞ് ഓഫ് റോഡിൽ നിന്ന് ഇറങ്ങി കാർ ഇട്ടിരുന്ന സ്ഥലത്തെത്തി. ഇനി ഇവിടെ നിന്ന് വണ്ടി കയറിയിട്ട് നേരെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി വന്നിട്ട് അവിടെ നേരെ വീട്ടിലോട്ട്. നേരത്തെ നമുക്കൊരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു വേറെ എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ളത്. പക്ഷേ ഇപ്പം ആ പ്ലാനും മാറ്റി. കാരണം അത്രയ്ക്ക് കോട നമുക്ക് ഇവിടെ തന്നെ കിട്ടി. ഇതിനും കൂടുതൽ കോട എനിക്ക് കിട്ടാനില്ല. സോ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട്. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ഫേമസ് കള്ള് ഷാപ്പുണ്ട്, 20 ഏക്കർ എന്ന് പറഞ്ഞിട്ട്. സോ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയപ്പോൾ ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഷാപ്പ് വരുന്നത്. സോ അവിടെ നിന്ന് കയറി നമ്മൾ കഴിച്ച ഊണാണ്. എല്ലാവരും ഊണ് കഴിച്ച് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡായിരുന്നു. റേറ്റ് ഒന്നും അത്ര കത്തിയല്ല. നല്ല ഫുഡായിരുന്നു. പോർക്ക്, ഡക്ക്, ഇടിയിറച്ചി, പോർക്ക്, പന്നി. പോർക്ക് പന്നി ഒന്നാണല്ലോ. വേറെ എന്തൊക്കെയാ, താറാവ്, പിന്നെ കേരച്ചൂര കറി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കയറിയിട്ട് നേരെ വീട്ടിലോട്ടാണ്. എത്ര മണിക്കൂർ എടുക്കും? ഒരു 5 മണിക്കൂർ ട്രാവലുണ്ട്. 4 മണിക്കൂർ ട്രാവലുണ്ട്. ഓക്കെ. നമ്മൾ തിരിച്ചിറങ്ങണ വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ട്. വളഞ്ഞെങ്ങാനം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോഴും ഇവിടെയും ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഫുള്ള് കോട. നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ മെയിൻ റോഡ് കയറി കാറിനകത്തിരുന്ന് കുറച്ച് നേരം ഉറങ്ങി. ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ച് ഫ്രഷായി തിരിച്ച് ട്രാവൽ കണ്ടിന്യൂ ചെയ്യാം. ശരിയല്ലേ വിട്ടോ. സോ ഗൈസ്, ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി. ഞാനൊരു 8 മണിയൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. 2017 നമ്മൾ +2 പാസ് ഔട്ട് ആവുന്നത്. അന്ന് മുതൽ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് ഇപ്പോൾ നടന്നത്. ഇപ്പോൾ 2026 ആയി. അതായത് ഏകദേശം
8-9 വർഷം എടുത്തൊരു ട്രിപ്പ് പോകാനായിട്ട്. നല്ലൊരു ട്രിപ്പായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്ത സ്പോട്ടും അത്യാവശ്യം നല്ല ക്ലൈമറ്റും കിട്ടി, നല്ലൊരു സ്പോട്ടും ആയിരുന്നു. മെമ്മറീസ് എന്നാണ് സ്റ്റേയുടെ പേര്. ഞാൻ പറ്റണമെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ, ആ സ്പോട്ടിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒരുപാട് നല്ല മെമ്മറീസ് കിട്ടിയൊരു ഡേ ആണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു ഡേ നല്ലൊരു സ്പെൻഡ് ചെയ്യാൻ പറ്റി. നല്ല കുറച്ച് മെമ്മറീസ് അടങ്ങിയൊരു വ്ളോഗായിട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അത് പറ്റിയില്ല. കാരണം ഇടയ്ക്ക് വെച്ച് എൻ്റെ മൈക്ക് കേടായി, പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോണിൽ വെള്ളം കയറി. അങ്ങനെ എൻ്റെ ഫോണിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോണിലായിട്ട് ഫോണിൻ്റെ മൈക്കിൽ റെക്കോർഡ് ചെയ്ത കുറച്ച് ക്ലിപ്സാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ മിസ്റ്റേക്സ് ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ എൻ്റെ അടുത്ത് എന്തെങ്കിലും സജഷൻസ്, എൻ്റെ വ്ളോഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ പറയാം. ആൻഡ് പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ലൊരു വ്ളോഗായിട്ട് കാണാം. ബൈ ബൈ ഗൈസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മണി അടിക്കണം. വെട്ടിയിട്ട പോരാ 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 നടക്കൂ. ഒരു പാട്ട് വിളിയേ. ഒരു പണിയില്ലാത്തോണ്ട് ആരുമില്ലാത്ത ഊഞ്ഞലാട്ടിക്കൊണ്ടിരിക്കണം. കളി എന്തൊരു ലുക്കാണ്.